ഷോ എന്നാലും കിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞല്ല. ദേവു, എടി നീ എന്തായാലും കിടക്കണേ? ഒന്ന് പോയേ ചേച്ചി, വെറുതെ മനുഷ്യനെ ദേഷ്യപ്പെടുത്താണ്ട്. എടി ദേടി ചിറ്റയും ആ പിള്ളേരും വന്നിട്ടുണ്ട്. അതിനിപ്പോ ഞാനെന്ത് വേണം, തലയും കുത്തി വെക്കണ? ഓ, നീ തലയും കുത്തിയൊന്നും നിക്കണ്ട. ചിറ്റയുടെ സ്വഭാവം അറിയാലാ. നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അമ്മയ്ക്ക്. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് നീയായി നിന്റെ പാടായി. ഹാ, ഇനി എന്ത് കേട്ടാലെന്താ? കിച്ചുവിനെന്നാലും എന്റെ ഇഷ്ടമില്ലല്ലോ. ഓ ശല്യങ്ങള്. എന്താ പിള്ളേരെ നിങ്ങൾക്ക് വേണ്ടത്? എന്തെങ്കിലും കാണിക്ക്, മനുഷ്യന് ചെവിതല കേക്കണം. ഞാൻ നോക്കട്ടെ, ഇവിടെ ഉണ്ടാവാറ പതിവ്. എന്തോരം നെൽ പോളിഷ് ചേച്ചിക്ക്. നീ ഉണ്ടല്ലോ വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ അതൊക്കെ എടുത്തേ. നീതി ചേച്ചി കണ്ടെന്ന് അറിയാലാ. ദേവ ചേച്ചിയുടെ കിളി എന്തോ പോയിട്ടിരിക്കുക, അതുകൊണ്ടാ. ഞാൻ കേറണേട്ടാ, നീ വരുന്നില്ല? ഞാൻ പറഞ്ഞേ, നീ കേറിക്കോ. ചേച്ചി ഇതും കൂടി ഞങ്ങൾ എടുത്തോട്ടെ. എന്തെങ്കിലും കാണിക്ക്. എന്ത് നല്ല ചേച്ചി. എടി ഗൗരി, ഇത് നോക്കിയേടി. വാടി കേറി വാടി. ആ ഇയറിംഗ്സ് പുറത്ത് വെക്കണം, നമ്മുടെ ബാഗിൽ വെച്ചോ. നമ്മളോട് എടുത്തോളാന്നല്ലേ പറഞ്ഞത്. ആ ശരി. ഇതെങ്ങനെയുണ്ട് ഗൗരി, നോക്കിയേ. സൂപ്പർ ആയിട്ടുണ്ട് നെയിൽ പോളിഷ് അല്ലേ? അയ്യോ, നെയിൽ പോളിഷ് പൊട്ടിപ്പോയടി. സാരല്ലടി, നമുക്ക് ബാക്കി എടുത്തോണ്ട് വേഗം പോവാ. എടി ഗൗരി, വേഗം വാടി, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ട് അമ്മയും നീതു ചേച്ചി നല്ലോണം അടിക്കും. ആടി വരുന്നു. എടി വേഗം ഇറങ്ങ്, നീതു ചേച്ചി വരുന്ന പോലെ ഉണ്ട്. വാ, ഓടിക്കോ. നീ ഇറങ്ങിട്ട് വേണ്ടി ഓടാനായിട്ട്. നീ എന്തായാലും പാവനെക്കൂട്ട് അവിടെ തന്നെ നിൽക്കണേ. ഇതെന്താ ദേവിക്ക് പറ്റിയേ? ദേവു, ഇവളെന്തീ മിണ്ടാത്തേ? എന്ത് പറ്റി നീതുവൾക്ക്? നിങ്ങൾ ഒരുമിച്ചല്ലേ കോളേജിൽ പോണത്? ഇവൾക്ക് എന്താ പറ്റി? എനിക്ക് അറിഞ്ഞൂടെ വെച്ചിട്ടേ. ചിലപ്പോ ആ മൈനയുടെ അടുത്ത് എങ്ങാനും വഴക്ക് ഇട്ടിട്ടുണ്ടാവും. നമ്മളെ ദേവു, നീ അതൊന്നും കാര്യാക്കണ്ട. ആ മൈനയുടെ അടുത്തൊന്നും നീ മിണ്ടാൻ പോണ്ട. ചേട്ടനും ഏടത്തിയമ്മയ്ക്കും ഒക്കെ അവളെ ഭയങ്കര കാര്യോ. എനിക്ക് മനസ്സിലാവും നിന്റെ കാര്യം. നമ്മളെ ചുറ്റിപ്പേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. മോളെ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ടെക്സ്റ്റൈൽസിൽ പോയപ്പോ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ലേ? വീട്ടിലുള്ള എല്ലാവർക്കും വിദേശയാത്ര പോവാന്ന് പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം നമുക്കത് അടിച്ചേക്കണത്. നീയല്ലെന്ന് എഴുതി അവിടെ ഇട്ടത്. ഹാ, ചിറ്റയും എല്ലാവരും പൊക്കോ, ഞാനിവിടെ നിന്നോളാം. നീ എന്താ മോളി പറയണത്? ചിറ്റേ, അത് കാര്യാക്കണ്ട ചിറ്റേ. അവള് വെറുതെ എന്തോ ആലോചിച്ചിട്ട് പറയണതാ. ഞാൻ പറഞ്ഞോളാം അവളുടെ അടുത്ത്. ആ ശരി മോളെ, പെട്ടെന്ന് ജീവൻ അങ്ങോട്ട് പോയേ. ഈ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം. വഴക്കിട്ടേന് ഇങ്ങനെ ഉണ്ടാ. ഇതിപ്പോ എന്നെ പോലെയാണല്ലോ. ഈ മരമണ്ടീനെ ഇനി എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും ദൈവമേ. അമ്പട മോനെ, മനസ്സിൽ നെഡ് പൊട്ടി.